ബഹിരാകാശ രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗഗൻയാൻ, സ്പാഡെക്സ്, ചന്ദ്രയാൻ 4 തുടങ്ങി നിരവധി സുപ്രധാന ദൗത്യങ്ങളുടെ തിരക്കിലാണ് രാജ്യമെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. मेरे प्यारे देशवासियों, इसी महीने अप्रैल में आर्यभट्ट सैटेलाइट की लॉन्चिंग के 50 वर्ष पूरे हुए हैं. आज जब हम पीछे मुड़कर देखते हैं, 50 वर्षों की इस यात्रा को याद करते हैं. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചതിന്റെ 50ാം വാർഷികം ഈ മാസം ആഘോഷിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചാണ് പ്രധാനമന്ത്രി ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. 50 വർഷത്തെ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ രാജ്യം എത്ര ദൂരം പിന്നിട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. पूरी दुनिया में सबसे ज्यादा कॉस्ट इफेक्टिव लेकिन सक्सेसफुल स्पेस प्रोग्राम का नेतृत्व कर रहा है. दुनिया के कई देश अपनी सैटेलाइट्स और स्पेस मिशन के लिए इसरो की मदद लेते हैं. രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള യുവ ശാസ്ത്രജ്ഞർക്ക് ഇന്നത്തെ പോലെ ആധുനിക വിഭവങ്ങളോ സാങ്കേതിക വിദ്യയോ അന്ന് ഇല്ലായിരുന്നു. രാഷ്ട്രത്തോടുള്ള സമർപ്പണവും സേവന മനോഭാവവും കാരണമാണ് ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചത്. ഇന്ന് രാജ്യം ആഗോള ബഹിരാകാശ ശക്തിയായി മാറിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ വിജയകരവുമായ ബഹിരാകാശ പദ്ധതിക്ക് ഇന്ത്യ നേതൃത്വം നൽകുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും അവരുടെ ഉപഗ്രഹങ്ങൾക്കും അതോടൊപ്പം തന്നെ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ISROയുടെ സഹായം തേടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്കും തുറന്നുകൊടുത്തിരിക്കുകയാണ്. നിരവധി യുവാക്കൾ സ്പേസ് സ്റ്റാർട്ടപ്പിൽ വെന്നിക്കൊടി പാറിക്കുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ബഹിരാകാശ ശാസ്ത്രജ്ഞർ അവരുടെ നൂതന ആശയങ്ങൾ കൊണ്ട് രാജ്യത്തിന് കൂടുതൽ അഭിമാനം പകരുകയാണെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.